വർഷങ്ങളായി കൃഷി ചെയ്യുന്ന മനോഹരൻ കാർഷിക നഴ്സറി തുടങ്ങിയിട്ട് അധികം കാലമായില്ല. കർഷകർക്ക് കാർഷിക ഉൽപ്പന്നങ്ങളുടെ മികച്ച തൈകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മനോഹരൻ നഴ്സറി തുടങ്ങിയത്. ജനങ്ങളിലേക്ക് കൃഷിഭവനുകളിലൂടെ പച്ചക്കറി തൈകളും പച്ചക്കറി ഗ്രോ ബാഗ് തുടങ്ങിയ അനുബന്ധ സാമഗ്രികളും എത്തിക്കുന്നതിന് വേണ്ടി ആണ് ഞങ്ങളിപ്പോൾ നഴ്സറി ആയിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. പച്ചക്കറികളുടെയും പൂക്കളുടെയും തൈകളാണ് മനോഹരൻ തയ്യാറാക്കുന്നത്. കൃഷിഭവൻ തിരഞ്ഞെടുക്കുന്ന കർഷകർക്കാണ് ഇവിടെ നിന്നും പച്ചക്കറി തൈകൾ നൽകുന്നത്. ഇതിന് പ്രത്യേക സബ്സിഡി ലഭിക്കുന്നുണ്ട്. വെണ്ട, വഴുതിന, മുളക്, പയർ തുടങ്ങി എല്ലാവിധ പച്ചക്കറികളുടെയും തൈകൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നു. ഇതിപ്പോൾ ഗ്രോ ബാഗിലൂടെ കൊടുത്തിരുന്നത് 25 ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 25 ഗ്രോ ബാഗ് വിത്ത് ഇൻപുട്സ് മീൻസ് ഈ എല്ലാവിധ ജൈവ വളങ്ങളും ഉൾപ്പെടുത്തിയ ഗ്രോ ബാഗിൽ 5 തരം തൈകൾ 5 വീതം എല്ലാ വീടുകളിലേക്കും ഓരോ വീട്ടിലേക്കും എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ഇത് കർഷകൻ്റെ അഥവാ ഈ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി എന്ന ആശയം ആയിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. ഓർക്കിഡും ചെണ്ടുമല്ലിയും അടക്കം നിരവധി പൂച്ചെടികളാണ് മനോഹരൻ്റെ നഴ്സറിയിലുള്ളത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പൂച്ചെടികൾക്കായി ഇവിടെ എത്തുന്നു. കാര്യമായിട്ട് നമ്മൾ ഓർക്കിഡുകളാണ് ചെയ്യുന്നത്. ആയത് ഇമ്പോർട്ട് ചെയ്ത് കിട്ടുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ വിവരം കിട്ടി നമ്മളത് പോയി ചെറിയ തരത്തിലുള്ള ഓർക്കിഡ്സ് കൊണ്ടുവന്ന് ഇവിടെ ഹാർഡൻ ചെയ്ത് അത് പൂവാകുമ്പോൾ തിരിച്ച് വിപണിയിൽ എത്തിച്ച് വിൽക്കുക അഥവാ ആളുകൾ വരുന്നത് തന്നെ മുറയ്ക്ക് അവർക്ക് നൽകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും മറ്റുമാണ് വിത്തുകൾ എത്തിക്കുന്നത്. ആവശ്യക്കാർക്ക് തൈകൾ എത്തിച്ചു കൊടുക്കുകയാണ് മനോഹരൻ ചെയ്യുന്നത്. പ്രോട്രയിൽ ചകിരിച്ചോറ് നിറച്ചാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നീട് എല്ലുപൊടി ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നു. ആവശ്യക്കാർക്ക് ഗ്രോ ബാഗിലും തൈകൾ എത്തിക്കുന്നുണ്ട്. പച്ചക്കറി തൈകൾ പാകമാകാൻ 8 ദിവസം മുതൽ 25 ദിവസം വരെ സമയമെടുക്കും. ഇതുവരെ 1 ലക്ഷത്തോളം പച്ചക്കറി തൈകളാണ് മനോഹരൻ കർഷകർക്കായി നൽകിയത്. നഴ്സറിക്കായി ശാസ്ത്രീയമായ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് മനോഹരൻ ഒരുക്കിയിരിക്കുന്നത്. മൾച്ചിങ് രീതിയിലാണ് കൃഷി. ജലസേചനവും ശാസ്ത്രീയമായി തന്നെ. ഇതിനെല്ലാം പുറമെ വീട്ടിലേക്ക് ആവശ്യമായ നെല്ലും പച്ചക്കറികളും മനോഹരൻ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. കർഷകർക്കായി ശീതകാല പച്ചക്കറികൾ ഒരുക്കുന്ന തിരക്കിലാണ് മനോഹരൻ ഇപ്പോൾ. മാതൃഭൂമി ന്യൂസ്, ഒറ്റപ്പാലം.